മലങ്കരമാർഗം 2025 മാർച്ച് 25 വചനിപ്പ് പെരുന്നാൾ ദിവസമാണ് മലങ്കര സഭയ്ക്ക് സുറിയാനി സഭയുടെ മഫ്രിയാനയായി ബസേലിയോസ് ജോസഫ് എന്ന നാമധേയത്തിൽ ലബനോനിൽ വെച്ച് ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ 1-ാം വാർഷികമാണ് ഇന്ന്. ലബാനോനിൽ മഫ്രിയാന എന്ന് പറഞ്ഞാൽ ഫലപ്രദമായ ഫലം കായ്ക്കുന്നത് എന്നാണ് അർത്ഥം. ഇസ്രായേൽ ഗോത്രത്തിലെ ഓരോ ഗോത്രപിതാക്കന്മാരെയും യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ, യോസഫിനെ അനുഗ്രഹിക്കുമ്പോൾ വിളിച്ചു പറയുന്ന യോസഫ് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കാതോലിക്കറ്റ് വാഴ്ചയുടെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ മഫ്രിയാന എന്നതും ജോസഫ് എന്നതും ഒരേ അർത്ഥമാണ്, ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം ജോസഫ് ബാവ മഫ്രിയാനയാകുമ്പോൾ അത് ഇരട്ടി പങ്ക് ആണ് ഫലം കായ്ക്കുന്നത്. ബസേലിയോസ് ജോസഫിന്റെ കാതോലിക്ക വാഴ്ചയുടെ 1-ാം വാർഷികമായ ഇന്ന് മലങ്കരയിലെ സത്യ സുറിയാനി സഭയിലെ വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കോടതി നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. അത് ചരിത്രത്തിന്റെ കേവല യാദൃച്ഛികതയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് സസൂക്ഷ്മം നമ്മെ നിരീക്ഷിക്കുന്ന ആത്മമണ്ഡലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകളായിട്ടാണ് ഞാൻ അതിനെ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാതോലിക്കേറ്റിന്റെ 1-ാം വാർഷികത്തിൽ, വാഴ്ചയുടെ 1-ാം വാർഷികത്തിൽ ഇങ്ങനെ ഒരു വിധി, ഒരു ആശ്വാസത്തിന്റെ വിധി നമുക്ക് ലഭിക്കുന്നത്. മലങ്കര സഭയുടെ നഷ്ടപ്പെട്ട പള്ളികളിലേക്ക്, ആരാധനാ ഇടങ്ങളിലേക്ക് യഥാർത്ഥ അവകാശികൾ തിരികെ പ്രവേശിക്കുന്ന ദിവസങ്ങൾ അകലെയല്ലെന്ന് 2 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ആ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അക്രമകാരികളുടെയും അധിനിവേശക്കാരുടെയും കൈകളിൽ നിന്ന് മലങ്കര സഭയുടെ ആരാധനാ ഇടങ്ങളെയും പിതാക്കന്മാരുടെ കബറിടങ്ങളെയും വിമോചിപ്പിക്കാനുള്ള നാഴിക വന്നുമിരിക്കുന്നു. അത്തരത്തിൽ ധിക്കാരികളുടെയും കൊള്ളക്കാരുടെയും ഷൈലോക്കുമാരുടെയും കൈകളിൽ അമർന്നിരിക്കുന്ന, കാട് കയറിയും മാറാല പിടിച്ചും കിടക്കുന്ന പ്രാർത്ഥനാ ഇടങ്ങൾ ലീസിന് കൊടുത്തും വിറ്റ് നശിപ്പിച്ചും ദൂർത്തടിച്ചും പിടിച്ചെടുക്കുന്ന പള്ളികൾ, അത് എൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയെന്ന കർത്തൃവചനത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കള്ളന്മാർ തങ്ങളുടെ ഗുഹകളാക്കി മാറ്റി വെച്ചിരിക്കുന്ന ആരാധന ഇടങ്ങളെ പൊതുസമൂഹം പോലും മൂക്കത്ത് വിരല് വെക്കുന്ന വിധത്തിൽ ടെമ്പോ ലോറിയിൽ കുരിശു വെച്ച് ടെമ്പോ പ്രദക്ഷിണം നടത്തുന്ന ബംഗാളികളെ കൊണ്ട് മേക്കെട്ട് പിടിപ്പിക്കുന്ന ദുർഗതിയിൽ നിന്ന് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ പൂർവിക പൈതൃകമായിരിക്കുന്ന പള്ളികളും പള്ളിയിടങ്ങളും വിമോചിപ്പിക്കുവാൻ കൂടുതലായി നിയമത്തിന്റെ ദൃഷ്ടി, പണ്ടൊക്കെ കണ്ണു മൂടിയിരുന്ന നിയമം, ആ കണ്ണിന്റെ കെട്ടഴിച്ച് കണ്ണ് തുറന്നു നോക്കുവാൻ ഇടയാകട്ടെ. ഓരോ പള്ളികളിലും യാക്കോബായക്കാർ എത്ര, യാക്കോബായക്കാരുടെ പള്ളികൾ, അവരുടെ നിയന്ത്രണത്തിലുള്ള പള്ളികൾ എത്ര, യാക്കോബായക്കാരാണോ മെത്രാൻ കക്ഷിക്കാരാണോ ഓരോ സ്ഥലത്തും കൂടുതലുള്ളത് എന്നൊക്കെ ഒന്ന് പരിശോധിക്കണമെന്ന് ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് വൈകിയെങ്കിലും തോന്നി. അതിന് ഞാൻ നന്ദി പറയുന്നത് മെത്രാൻ കക്ഷിയുടെ ബാവ, കാലം ചെയ്തു പോയ പൗലൂസ് ദിദിയൻ, അദ്ദേഹം തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, നേര് നിരങ്ങിയേ വരുള്ളൂ, ശരിയാ തിരുമേനി നിരങ്ങി വരുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകൾ ഈ സഭയ്ക്ക് വലിയ സമാധാനവും ആശ്വാസവും ധൈര്യവും പകരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും വ്യവഹാരം തുടരുവാനും കേസ് താഴെ കോടതികളിലേക്ക് റെഫർ ചെയ്യും തോറും ഗ്ലോറിയസ് ഗോസ്പലിന്റെ ലൈവുകളിൽ മെത്രാൻ കക്ഷിക്കാർ നിരന്തരമായി എഴുതിയ ഒരു കമന്റ് ഉണ്ട്, നിനക്കിതൊക്കെ കോടതിയിൽ പറയാമല്ലേ. എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നിനക്ക് പോയി കോടതി പറയാമല്ലേ. കോടതി പറയാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം സുപ്രീം കോടതിയിൽ പുതിയ തെളിവുകൾ സ്വീകരിക്കില്ല, പുതിയ സാക്ഷികളെ എടുക്കില്ല. കീഴ്ക്കോടതിയിൽ കേസ് വന്നെങ്കിൽ നമുക്ക് പുതിയ തെളിവ് കൊടുക്കാനോ പുതിയ വാദമുഖങ്ങൾ ഉന്നയിക്കാനോ പുതിയ സാക്ഷികളെ ചേർക്കാനോ കക്ഷി ചേരാനോ ഒക്കെ പറ്റുള്ളൂ. കേസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഹന്ത താഴുന്നു എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ താന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, താഴോട്ട് വരട്ടെ, അപ്പൊ നമുക്ക് കാണാം. അതുകൊണ്ട് ഇനിയും സമയം വൈകിട്ടില്ല. ഇപ്പൊ ഇറാന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പിടിവാശികളെ ഉപേക്ഷിക്കുക, ആയുധം വെച്ച് കീഴടങ്ങുക, അതാണ് നല്ലത്. കാരണം
നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. നിങ്ങൾക്ക് ഇനി നിലനിൽപ്പില്ല. ഇതൊരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ്. യാതൊരു അടിസ്ഥാനവും നിങ്ങൾക്കില്ല. നിങ്ങളുടെ നാണക്കേട് തൈലം കാച്ചി മറയ്ക്കുവാൻ കഴിയില്ല. നിങ്ങൾ എത്ര തൈലം കാച്ചിയാലും നിങ്ങൾക്ക് പാരമ്പര്യം ഉണ്ടാവില്ല, പൈതൃകം ഉണ്ടാവില്ല. സുറിയാനി സഭ ഒന്നേ ഉള്ളൂ, അത് സത്യസുറിയാനി സഭയാണ്. അത് ബെസേലിയോസിന്റെയും ഗ്രിഗോറിയോസിന്റെയും അന്തിമോസിന്റെയും ഇവാനിയോസിന്റെയും പീലക്സിനോസിന്റെയും ദിയസ്കോറോസിന്റെയും സേവറിയോസിന്റെയും ഒക്കെ സഭയാണ്. കറിയായും ചെറിയാനും മറിയാമയും എല്ലാം കൂടെ ചേർന്ന ഒരു സഭയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് കഞ്ഞിക്കുഴിയിൽ ഒരു സഭയുണ്ടെന്നും അവിടെ ഒരു സിംഹാസനമുണ്ടെന്നും അത് ഓട്ടോസിഫാലസ് ആണെന്നും ഒക്കെ ഉള്ളത് വ്യാമോഹം മാത്രമാണ്. നിങ്ങളുടേത് ഒരു വ്യാജ സംഘടനയാണ്, കള്ളന്മാരുടെ ഗുഹയാണ്, ചെകുത്താന്മാരുടെ ഒരു സംഘടന മാത്രമാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ അനുദപിക്കുക, നിങ്ങൾ തെറ്റുകളെ തിരുത്തുക. കാരണം സഭ ഒന്നാണ്. ആ സഭയെ നിങ്ങൾ വട്ടശ്ശേരി ദിവന്നാസ്യോസ് എന്ന് പറയുന്ന വിഘടൻ ആ സഭയെ അതിക്രൂരമായി വിഭജിച്ചു, വിഘടന പ്രവർത്തനങ്ങളെ നടത്തി. ഔഗേൻ എന്ന് പറഞ്ഞ മറ്റൊരുത്തൻ അത് തുടർന്നു. അവസാനമായി വട്ടക്കുന്നൽ മാത്യൂസ് പ്രഥമൻ ബാവ അദ്ദേഹം അതിനെ പൂർത്തീകരിച്ചു. അങ്ങനെ ആ വിഘടനം പൂർത്തിയായി. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഘടിത പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടായ ഒരു വിഘടിത വിഭാഗം മാത്രമാണ് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. നിങ്ങൾ എത്രമാത്രം പെയിന്റ് അടിച്ചാലും എത്രമാത്രം നിങ്ങൾ PR വർക്ക് ചെയ്താലും നിങ്ങളുടേതൊരു സഭയാവില്ല. നിങ്ങൾക്ക് യഥാർത്ഥ പൈതൃകമില്ല, യഥാർത്ഥ പാരമ്പര്യമില്ല. നിങ്ങൾ ആലപിക്കുന്ന ഓരോ ഗീതങ്ങളും നിങ്ങൾ അപഹരിച്ചതാണ്. നിങ്ങളുടെ പള്ളിയിൽ മണിയടിക്കുമ്പോൾ മുതൽ മോഷണ മുതലുകൾ നിലവിളിക്കുകയാണ്. നിങ്ങളുടെ കണ്ടനാളങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളും മോഷ്ടിക്കപ്പെട്ടതാണ്, മോഷണ മുതലാണ്. അതുകൊണ്ട് നിങ്ങളൊരു കൊള്ളസങ്കേതമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ പള്ളികളെ കൊള്ളസങ്കേതങ്ങളാക്കി അധപ്പതിപ്പിച്ചു, കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. അനുദപിക്കുക, തെറ്റുകളെ തിരുത്തുക, അനുരഞ്ജനത്തിന്റെ പാത തേടുക, സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള മാർഗങ്ങൾ ആരായുക. അക്രമവാസനയാണ്. പരിശുദ്ധ നോമ്പിൽ പോലും മെത്രാൻ കക്ഷികളുടെ നേതാവ് വിളിച്ചു പറഞ്ഞത് മരണം വരെയും ഞാൻ ഈ തോന്നിവാസം തുടരും എന്നാണ്. ഭാഗ്യം, മരണത്തിന് ശേഷവും താൻ ഈ തോന്നിവാസം പ്രേതമായി വന്ന് തുടരുമെന്ന് അദ്ദേഹം പറയാഞ്ഞതുകൊണ്ട് നമുക്ക് ഭാഗ്യം. മരണം വരെ മാത്രമേ അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളുള്ളൂ എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി. മരണത്താൽ മുടക്കം വരുന്ന കേവല പരിശ്രമങ്ങളിലൂടെ പരിശുദ്ധ സഭയെ ഇല്ലാതാക്കുവാൻ, അതിന്റെ പൈതൃകത്തെ അപഹരിച്ചെടുക്കുവാൻ, തന്റേതാക്കി മാറ്റുവാനൊക്കെ നടക്കുന്ന വ്യാമോഹങ്ങൾ കേവലം വ്യാമോഹം മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ പരിശുദ്ധമായ വചനിപ്പ് പെരുന്നാളിന്റെ ദിവസമാണ്.